ബൽറാം, ഇനി നമ്മുടെ പുകമഞ്ഞിനെ കുറിച്ച് ഡൽഹിയിലെ ടെമ്പറേച്ചറൊക്കെ എത്രയാണ് നിൽക്കുന്നത് ഇപ്പോൾ വായു മൂടാതെ? അതായത് തീർച്ചയായിട്ടും ഈ എന്തെങ്കിലുമൊക്കെ പ്രതിരോധ പരിപാടികളില്ലാതെ ഡൽഹിയിൽ ഇറങ്ങാൻ പറ്റില്ല എന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? ഡൽഹി നിവാസികൾ എങ്ങനെയൊക്കെ ശ്വാസം മുട്ടുന്നു എന്ന് പറയൂ. ഡൽഹിയിൽ കഴിഞ്ഞ 4 ദിവസമായി അതീവ ഗുരുതരമായ നിലയിലാണ് വായുഗുണ നിലവാര നിരക്ക്. ഈ പ്രധാനമായും ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ 900-ന് മുകളിൽ വരെ വായുഗുണ നിലവാര സൂചിക രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഗുരുതര വിഭാഗത്തിൽ തന്നെ തുടരുന്ന തരത്തിൽ 493 ഡൽഹിയിലെ വായുഗുണ നിലവാര നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പുകമഞ്ഞ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 4 ദിവസമായി രാവിലെ അതിശക്തമായ പുകമഞ്ഞാണ്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, ഏതാണ്ട് 10 മീറ്റർ അകലെ വരെ ഇപ്പോൾ പുകമഞ്ഞിനെ തുടർന്ന് കാണാൻ കഴിയുന്നില്ല. ഇത് ചിലയിടങ്ങളിൽ 0 വരെ ദൃശ്യപരിധി ആയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഉത്തരേന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ പുകമഞ്ഞ് ബാധിച്ചിട്ടുണ്ട്. അമൃത്സർ കൂടാതെ ലക്നൗ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ബാധിച്ചിരുന്നു. ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചില്ല എങ്കിൽ പോലും യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദൃശ്യപരിധി 100 മീറ്ററിലും താഴെ അമൃത്സർ വിമാനത്താവളത്തിലും ലക്നൗ വിമാനത്താവളത്തിലും ആയ ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഇത് വാഹന ഗതാഗതത്തെ പോലും ബാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എക്സ്പ്രസ് വേയിൽ നിരവധി അപകടങ്ങൾ ഈ പുകമഞ്ഞിനെ തുടർന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഹരിയാനയിൽ കഴിഞ്ഞ ദിവസം 4 ബസ്സുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്ന സാഹചര്യമുണ്ടായി. വാഹനങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ പോലും കഴിയാതെ നിർത്തിയിടേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നു. രാവിലെ 5 മണി മുതൽ രാവിലെ 8:30 വരെ ഇത്രത്തോളം പുകമഞ്ഞ് ഡൽഹി നഗരത്തെ ഗുരുതരമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇത് ജനജീവിതത്തെയും ബാധിക്കുന്നുണ്ട്. അതേസമയം അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി GRAP 4 മാനദണ്ഡങ്ങൾ ഇന്നലെ മുതൽ നടപ്പാക്കിയിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ നിരോധനമുണ്ട്, വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്, ഓഫീസുകളിൽ 50% വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിരിക്കുന്നു. 9 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ മലിനീകരണത്തെ നേരിടാനുള്ള നിയന്ത്രണ നടപടികളും ഇപ്പോൾ തുടരുകയാണ്. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ഈ മാസ്ക് ഒക്കെ വെച്ച് ഡൽഹിയിൽ നടക്കൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.